അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വന്തത്തിലൂടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പ്രൊജക്ടറിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ എല്ലാവരും ഇതിൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പ്രൊജക്ടറിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. ഇത് കുറേ നാളായിട്ട് ഉപയോഗിച്ചിട്ടാണ്, ഏകദേശം 2 കൊല്ലത്തിൽ കൂടുതലായി. കാര്യം ഇതിൻ്റെ വീഡിയോ ഞാൻ ആദ്യം അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു 2024 മെയ്യിലാണ്. മെയ് ആദ്യത്തെ 2ാമത്തെ ആഴ്ചയായിട്ടാണ്. ഓക്കെ, അപ്പോൾ അത്രയും പഴയതാണ്. അപ്പോൾ ഏകദേശം 2 കൊല്ലമായി. അപ്പോൾ 2 കൊല്ലമായിട്ടും പെർഫെക്റ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, കുറച്ചായിട്ട് ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അതും കൂടെ എന്തായാലും ഞാൻ വീഡിയോയിൽ പറയാം. പക്ഷേ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ ഒരു പ്രൊജക്ടർ അടിപൊളിയാണോ, അതുപോലെ തന്നെ കുറേ ഡൗട്ടുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ പരമാവധി കവർ ചെയ്യാൻ വേണ്ടി നോക്കാം ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇതാണ്. പ്രൊജക്ടറിൻ്റെ ഫ്രണ്ടിലൊന്നും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ പരമാവധി ക്ലീൻ ചെയ്യാൻ നോക്കാറുണ്ട്. എന്നാലും ഇവിടെയൊക്കെ നല്ല പൊടി ഉണ്ടാവും അത്യാവശ്യം. ഓക്കെ, അതുപോലെ ഇതാണ് നമ്മുടെ ബാക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഉണ്ട്, ഇവിടെയൊക്കെ അത്യാവശ്യം പൊടിയുണ്ട്, കൂടുതൽ ക്ലീൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വയറിനൊക്കെ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു സംഭവമാണ്. ഉണ്ടോ, നമുക്ക് ഏതൊരു ആംഗിളിൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്നത് സ്പെക്ക് വൈസ് പറയുന്നുണ്ടെങ്കിൽ ഇതൊരു HD പ്രൊജക്ടറാണ്. ഒരുപാട് പേര് ഇത് 4K പ്രൊജക്ടർ എന്നൊക്കെ പറയുന്നുണ്ട്. 4K ഇമേജ് ഡീകോഡ് ചെയ്ത് 720p ആയിട്ട് ഇത് ഔട്ട് ചെയ്യും. അപ്പോൾ ഔട്ട്പുട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 720p ആണ്, അതായത് HD. ഫുൾ HD അല്ല, വെറും HD. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് കീ സ്റ്റോൺ കറക്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. ഫോക്കസ് നമ്മൾ ഇവിടെയാണ്, മാനുവലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു റിങ് തിരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റും. കേട്ടോ, ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ പൊക്കത്ത് ബ്ലറായിട്ട് പോകും, അല്ലെങ്കിൽ താഴെ ബ്ലറായി പോകും. അപ്പോൾ എല്ലാം ഒരുപോലെ ആവില്ല. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കണ്ണിലൊരു കുഴപ്പമില്ലാത്ത രീതിയിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കുന്ന അല്ലെങ്കിൽ പൊക്കത്തേക്ക് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കറക്റ്റ് ഫോക്കസ് തന്നെ കിട്ടും. കീ സ്റ്റോൺ കറക്ഷൻ അത്യാവശ്യം ഇതിനകത്ത് നല്ലപോലെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നത്, പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സ്പെക്ക് വരുന്ന 1GB റാമും ഒരു 8GB മെമ്മറി ഉണ്ട്. അതായത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3.5-4 GB അടുത്തേ നമുക്ക് യൂസബിൾ ആയിട്ടുള്ളൂ. നമ്മൾ ഇതിനകത്ത് കൂടുതലൊന്നും ഇടാതിരിക്കാൻ വേണ്ടി നോക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. അതുപോലെ തന്നെ ഈ പ്രൊജക്ടർ ആൻഡ്രോയിഡ് പ്രൊജക്ടറാണ്. നമുക്ക് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിനകത്ത് നമുക്ക് പ്ലേ സ്റ്റോർ വരുന്നുണ്ട്. നമ്മുടെ ആൻഡ്രോയിഡ് TV ബോക്സിൻ്റെ സെയിം സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാം. ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചാണ് Z5 ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി. Z5 ഇൻസ്റ്റാൾ ചെയ്യാം. യൂട്യൂബിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ആമസോൺ പ്രൈം ഇൻസ്റ്റാൾ ചെയ്യാം. ഇതൊക്കെ ചില സമയത്ത് ആപ്പുകൾ വർക്ക് ചെയ്യാൻ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ റിമോട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോൾ ഇത് കുറേ താഴെയിട്ട് പൊട്ടിച്ചെടുത്തു. അപ്പോൾ ഇത് ഊരിക്കഴിഞ്ഞാൽ അത് ഇവിടെ ഒരു ലോക്ക് ഉണ്ടായി, അതൊക്കെ പോയി. പക്ഷേ റിമോട്ട് ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. റിമോട്ടിന് വേറെ ഇഷ്യൂസൊന്നും വന്നിട്ടില്ല. ചിലവർക്ക് റിമോട്ടിൻ്റെ ഇഷ്യൂ ഉണ്ടായി, എനിക്ക് അതും അങ്ങനത്തെ ഇഷ്യൂസൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ പ്രശ്നത്തിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൺ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനിത് പൊക്കത്തേക്ക് വല്ലതും വെച്ചിട്ട്, കാര്യം വൈറ്റ് സർഫസ് ആണെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പൊക്കത്തേക്ക് വല്ലതും വെച്ചിട്ട് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രൊജക്ടറിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ ഒരു സ്പോട്ട് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ വേറെ സ്പോട്ടും തൊട്ടപ്പുറത്ത് കണ്ടിട്ടുണ്ട്. ക്യാമറയിൽ നല്ല അത്യാവശ്യം ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാൻ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു ഇഷ്യൂ ആണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഞാൻ ആദ്യം വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്ടറിൻ്റെ ഡിസ്പ്ലേക്ക് ഒരു LCD ചെറിയൊരു ഇതുണ്ട്, അതിൻ്റെ അകത്ത് വന്ന സ്പോട്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാനിത് അഴിച്ച് ക്ലീനൊക്കെ ചെയ്തൊക്കെ നോക്കി. പക്ഷേ അതിനകത്തൊന്നും ഒരു സ്പോട്ട് കണ്ടില്ല. രണ്ടാമത് ഇട്ടപ്പോഴും ഈ സെയിം സംഭവം തന്നെയായിരുന്നു. അപ്പോൾ ഞാനിത് പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആദ്യം കാണുന്ന ഈ സൈഡിൽ കാണുന്ന സ്പോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇത്രയും ഡാർക്ക് അല്ലായിരുന്നു. ഇപ്പുറത്ത് കാണുന്നതിനേക്കാൾ ഒരു ഇച്ചിരിയും കൂടെ കൂടുതലുണ്ടായിരുന്നേ ഉള്ളൂ, ഇത്ര ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് വരാൻ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊച്ച് യൂട്യൂബിൽ കുറേ കാർട്ടൂണും കാര്യങ്ങളൊക്കെ കണ്ടുവെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്രൊജക്ടർ ഉപയോഗിച്ചിട്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ട വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊജക്ടർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം കാണും. ചിലപ്പോൾ ഒരു 5-6 മണിക്കൂറിൽ കൂടുതലൊക്കെ ഒറ്റ ടൈം ഇരുന്ന് കാണുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു 7-8 മണിക്കൂർ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ഹീറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ LED ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പവറുള്ളതാണ്. അപ്പോൾ അത്രയും പവറിലൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരും. അതുകൊണ്ടിട്ട് പറ്റിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഡെയിലി ഒരു എന്താ പറഞ്ഞാൽ ഒരു 3-4 മണിക്കൂറിൽ കൂടുതലൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ കേസിൽ മാത്രമാണെന്ന് അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞ തന്നെ നല്ല എക്സ്ട്രീം യൂസ് ആയിരുന്നു എൻ്റെ കേസിൽ വന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും വന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇത് നമ്മൾ മെയിൻ ഇപ്പോൾ ഇതിലിങ്ങനെ ഉണ്ട്, വൈറ്റ് സ്ക്രീനിൽ ഇങ്ങനെ ഉണ്ട്. നമ്മളൊരു ഹോം പേജിലേക്ക് പോയി കഴിഞ്ഞാൽ
കണ്ടോ, നമുക്ക് ഒരുപാട് അങ്ങനെ കാണില്ല, എന്നാലും നമുക്ക് ക്യാമറയിൽ അത്യാവശ്യം കാണാൻ വേണ്ടി പറ്റും. കണ്ടോ ആ ഒരു സ്പോട്ട്, ആ യൂട്യൂബിൻ്റെ മറ്റേ ഇത് കണ്ടോ, സെറ്റിങ്സിൻ്റെയൊക്കെ അവിടെ നല്ല രീതിയിൽ സെറ്റിങ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാനേ പറ്റിയെന്ന് വരില്ല. സെറ്റിങ്സാണ് ഇവിടെ ഈ കാണുന്നത്. കണ്ടോ അവിടെയായിട്ട് കണ്ട നെറ്റ്ഫ്ലിക്സിൻ്റെ ഇതിൻ്റെ താഴെയായിട്ട് നല്ലൊരു സ്പോട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ചില വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ ശരിക്കും ഇതിങ്ങനെ തെറിച്ച് നിൽക്കും. അല്ലാത്ത ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ അത്ര അങ്ങോട്ട് നോട്ട് ചെയ്യില്ല. നിങ്ങൾക്ക് കണ്ണിൽ കൂടെ നേരിട്ട് കാണുമ്പോഴാണെങ്കിലും ആ ഒരു ഭാഗം ചെറുതായിട്ടൊരു ഡാർക്കായിട്ട് ഇരിപ്പുണ്ടെങ്കിലും ഈ ക്യാമറയിൽ കാണുന്ന പോലെ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. അതാണ് ഒരു വ്യത്യാസം കേട്ടോ. പക്ഷേ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഗുണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് HDMI വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്ക്രീൻ മിററിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനകത്ത് വരുന്നത്. മിറാകാസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് ഇതിൻ്റെ ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഐഫോണിലും വർക്ക് ചെയ്യുന്നതാണ്. ഐഫോൺ എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ട് എനിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇതിൽ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ നമ്മുടെ ഫോൺ എടുത്തിട്ട് സ്ക്രീൻ കാസ്റ്റിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന നല്ല പ്രൊജക്ടർ ഇതെന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല, അത് നിങ്ങൾക്ക് കാണാനുള്ള ഓപ്ഷൻ ഇല്ല. ആ ഒരു പ്രൊജക്ടർ എന്നിട്ടൊരു ഇത് കാണിക്കുന്നുണ്ട്, അത് നമ്മുടെ ഫോണിൽ വരും. ആ ഫോണിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വരും. വൈഫൈ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതൽ എന്തായാലും പോകുന്നില്ല. അലക്സ, ടേൺ ഓൺ വീഡിയോ ലൈറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പ്രൊജക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോഴും സാധനം വർക്കിംഗ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ആണ്. ആ ഒരു സ്ക്രീനിൻ്റെ ഇഷ്യൂ ആണ്, അത് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇത്രയും നാളൊക്കെ ഓടിയത് തന്നെ ഭാഗ്യം നമുക്ക് പറയാം. വേറെ ഇഷ്യൂസൊന്നും വരാതെ ഓടി, 2 കൊല്ലത്തോളം ഓടി. നമ്മുടെ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് എടുക്കുന്ന സമയത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 രൂപ അടുത്തൊന്നും ഞാൻ കൊടുത്തു. കാര്യം ഞാനിത് പുറത്തുനിന്ന് എടുത്തത്. ആ സമയത്ത് നമ്മുടെ ആമസോണിൽ ഈ സാധനത്തിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 6500 തൊട്ട് 7000 രൂപയൊക്കെ എടുത്തായിരുന്നു. ഇപ്പോഴത്തെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 3000 to 4000 രൂപയൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഇതിലും കുറവ് റേറ്റിന് 2000 രൂപ അല്ലെങ്കിൽ 2600 രൂപക്കൊക്കെ കിട്ടുമ്പോൾ കിട്ടുമായിരിക്കും, എനിക്കറിയാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചിട്ടെടുക്കുക ആൻഡ്രോയിഡ് പ്രൊജക്ടർ തന്നെയാണോ എന്നുള്ളത്. കാര്യം ഈ സെയിം സൈസിൽ ആൻഡ്രോയിഡ് അല്ലാത്ത സ്മാർട്ട് അല്ലാത്ത ഒരു പ്രൊജക്ടറും വരുന്നുണ്ട്. ഇതുപോലത്തെ ഇതൊന്നും ആയിരിക്കില്ല, നെറ്റ്ഫ്ലിക്സും ഇതൊന്നും ഉള്ളതൊന്നും ആയിരിക്കില്ല. വേറെ ഏതെങ്കിലും ഒരു സാധനം ഒരിക്കലും അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. അതുപോലെ തന്നെ ക്വാളിറ്റി ഭയങ്കര ശോകമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിച്ച് വാങ്ങുക സ്മാർട്ട് പ്രൊജക്ടർ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് പ്രൊജക്ടർ. അപ്പോൾ ഇതിൻ്റെ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HY300 ആണ്. HY300 മിനി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത്. ഞാൻ പുറത്തുനിന്ന് എടുത്തതാണ്. ഒരു ഡിസ്പ്ലേയുടെ കേസും പിന്നെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പീക്കർ ക്രാക്ലിംഗ് സൗണ്ട് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ആ 2 ഇഷ്യൂ ആണ് ഇതിനകത്തുള്ളത്. സ്പീക്കർ നമുക്ക് കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓക്സ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് പുറത്തുനിന്ന് എടുക്കാം. നമുക്കൊരു സ്പീക്കർ എക്സ്റ്റേണൽ സ്പീക്കർ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാം. ബ്ലൂടൂത്ത് ഉണ്ട് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് അതൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഡിസ്പ്ലേ ആണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. ഡിസ്പ്ലേ സ്പെയർ കിട്ടുമെന്ന് നോക്കി, കിട്ടാൻ ചാൻസ് കുറവാണ്. ഇനി തപ്പിയെടുത്താൽ തന്നെ നല്ലൊരു റേറ്റ് വരും. 10,700 രൂപ വരും. അപ്പോൾ ഒരു 3500 രൂപ ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്ന സാധനത്തിൽ 1700 1800 രൂപ കൊടുത്ത് ഒരു ഡിസ്പ്ലേ മാറ്റിയിടുന്നതിൽ നല്ലത് ഒരെണ്ണം പുതിയത് എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡേ ടൈം കാണാൻ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. നൈറ്റ് ടൈം ആണെങ്കിൽ അത്യാവശ്യം പക്കയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റൂമിലൊക്കെ ബെഡ്റൂമിലൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് റൂഫിലേക്ക് പൊക്കത്തേക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയ സിനിമയെ കാണാൻ വേണ്ടി പറ്റിയ ബെസ്റ്റ് സാധനമാണ്. സിനിമയിലേക്ക് എന്തെങ്കിലും സീരീസൊക്കെ കാണാൻ പറ്റിയ സാധനമാണ്. വെർത്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിന് ഒരു 3000-4000 രൂപയ്ക്ക് അകത്ത് കിട്ടണമെങ്കിൽ ഞാൻ പറയും വെർത്താണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു 320 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലുണ്ട്. അത് എടുക്കണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും നോക്കുന്നുണ്ട് അതും ഇതും കൂടെ കമ്പയർ ചെയ്യാൻ. ഇപ്പോൾ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഇഷ്യൂ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അത് രണ്ടിനെയും ഒരു കമ്പാരിസൺ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ അത് സെറ്റാക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി കമൻറ്റ് ബോക്സിൽ ഇടുക. പറ്റുന്ന പോലെയൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റോ വീഡിയോ വരാം. അതുവരത്തേക്കും ബൈ.